വീണ്ടും തിരിച്ചുവരവ് ഒരു ചിത്രം ഗംഭീരമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അനുപമ ആയാലും നസ്രുതി രാമചന്ദ്രനായാലും അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും, നമ്മുടെ ആസിഫ് അലിയുടെ അനിയൻ അദ്ദേഹവും നല്ലൊരു ക്യാരക്ടറായിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചിത്രം, നല്ലൊരു സംവിധാനം. നമ്മൾ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു കോടതി സിനിമ കാണുന്നത്. നമ്മൾ മേൽവിലാസം ശരിയാണെന്ന് പറഞ്ഞ സുരേഷേന്റെ ഒരു പടം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, എങ്കിലും ഹോട്ട് മാസ്റ്റർ ചെയ്യുന്ന ഒരു പടമാണ്. പക്ഷേ ഇതിന്റെ ഓരോ ഡയലോഗിനും കൈയടിയാണ്. കാരണം വെച്ചാൽ അത്ര മാസ് സാധനങ്ങൾ വരുന്നുണ്ട്. എന്നിൽ പോലും ഒരു കോടതി കഥയാണ്, വളരെ നല്ല കഥയാണ്. JSK ഒരു സംശയമില്ല, എല്ലാ തിയേറ്ററും നാളെ മുതൽ ഹൗസ്ഫുൾ ആകും. അറിഞ്ഞു കേട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷേ JSK സൂപ്പറാണ്. പ്രവീൺ നാരായണൻ ആണ് ഇതിന്റെ ഡയറക്ടർ. ഇതിനു മുമ്പ് അദ്ദേഹം ഒരു പടം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അംഗരാജ്യത്തെ ജിമ്മന്മാർ, അത് അവന്റെ രണ്ടാമത്തെ പടമാണ്. അവൻ എൻ്റെ സുഹൃത്താണ്. എന്നിരുന്നാലും സിനിമ അടിപൊളിയാണ്. സുരേഷ് എന്നെ ഗംഭീര തിരിച്ചെഴുതും. ഗോകുല അടിപൊളിയാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ പുള്ളിയുണ്ട്. സുരേഷ് എണ്ണേക്കാൾ കൂടുതൽ സീന് പുള്ളിക്കൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ. അതുപോലെ തന്നെ അഷ്കർ, എടുത്തു പറയാം, അഷ്കർ ഗംഭീര പ്രകടനം. നമ്മൾ നിലവിൽ സിനിമയെ കാണുന്നത് ഒരു പോലീസ് കഥാപാത്രമാണ്. എന്നാൽ ഇന്റർവെല്ലിന് ശേഷം അദ്ദേഹത്തിന്റെ കയ്യിലാണ് സിനിമ ഇരിക്കുന്നത്. അഷ്കറാണ് ഇതിനകത്ത് ഇന്റർവെല്ലിന് ശേഷം ഈ സിനിമ കൊണ്ടുപോകുന്നത്. എന്താണെങ്കിലും ഗംഭീര പടമാണ്, ഒരു സംശയമില്ല. JSK ഏറെക്കുറെ കണ്ടു. സുരേഷ് ഗോപിയുടെ എല്ലാ ഒരു ടൈപ്പ് കഥാപാത്രങ്ങളാണ് എനിക്കിഷ്ടമുള്ള ഒരു കഥാപാത്രങ്ങളാണ്. സുരേഷ് ഗോപി, മോഹൻലാലിനെക്കാളും ഒക്കെ എനിക്കിഷ്ടം സുരേഷ് ഗോപിയാണ്. അതെന്താണോ എനിക്കറിയില്ല. മകൻ കുഴപ്പമില്ല എന്നുള്ളത് പുള്ളി തെളിഞ്ഞു വരുന്നല്ലേ. ശരിയാവുന്നുണ്ട്, കുറെ കൂടെ വരാനുണ്ട്. ശരി, എപ്പോഴും പോലീസായിട്ട് വന്ന് ഷൈൻ ചെയ്യാന്ന്. പക്ഷെ ഇപ്രാവശ്യം വക്കീലായിട്ട് കിടക്കി, വേറെ സംശയമില്ല. ഇപ്രാവശ്യം ഫാമിലി ആയിട്ട് വന്ന് കാണാം, ഒരു കുഴപ്പമില്ല. ഇപ്രാവശ്യം നല്ല പടമാണ് അത്. മകൻ കുഴപ്പമില്ല. ഞാൻ അവന് വർത്ത് അവന്റെ അതല്ല, അവന്റെ ആക്ടിങ് ഇപ്പൊ വന്നെന്തേന്. പക്ഷെ മൂപ്പറ മൂഡ് പോലെ ഇവിടെ വന്നിട്ട് പോയി. ഞാൻ വിഷയത് ഞാൻ പറഞ്ഞു, നിന്റെ അച്ഛന്റെ ഫാനാ, ഞാൻ ആർട്ടിസ്റ്റാണ്, ഞാൻ മിമിക്രി കാരണ. മൂപ്പറ അച്ഛനൊക്കെ ഞാൻ എടുക്കാറുണ്ട്. അപ്പൊ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി അങ്ങനെ നടക്കാറുണ്ട്. പക്ഷെ മൂപ്പറ ഒന്ന് ജാട കാണിച്ച്. പക്ഷെ മൂപ്പറ ഞാൻ ആ സമയത്താകുമ്പോ മൂപ്പറ ഇട്ടു. പിന്നെ സുരേഷ് ഗോപി വിളിയല്ലേ, ചെറിയ ഫൈറ്റ് ഉള്ളു. മറ്റേ അത് കുഴപ്പമില്ല, അത് സിമ്പിൾ ഫൈറ്റ്. മറ്റേ സുരേഷ് ഗോപിന് പണ്ടത്തെ ഫിലിമിലൊക്കെ ഫുൾ ഫൈറ്റാ, കള്ളനെ പിടിക്കണം, വെടിവെക്കണതൊക്കെ. അത്രയില്ല, അത് ക്ലാസ് പടം. ഇപ്രാവശ്യം ഇതൊക്കെ കയറും, കുഴപ്പമൊന്നുമില്ല. നല്ല മാസ് മെസ്സേജ് വെച്ചാൽ ഇപ്പൊ നമ്മൾ നാട്ടിൽ നടക്കുന്നത് തന്നെ. കാരണം ഒരു കടക്കാരൻ ഒരു പെണ്ണിനെ അവളെ ഇല്ലാണ്ട് അറ്റാക്ക് ചെയ്യുന്നതും പിന്നെ പോലീസ് കേസ് ഇതാക്കണതും, അതാണ് അതിന്റെ ഹൈലൈറ്റ്. ത്രില്ലർ മൂവിയാണ്, ഡീസന്റ് ത്രില്ലർ മൂവിയാണ്. എല്ലാവരും കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. പെർഫോമൻസ് ചിന്താമണിയിൽ നിന്നൊരു വെറൈറ്റി ട്രാക്കാണ് പിടിച്ചേക്കുന്നത്. ഒരു അഡ്വക്കേറ്റ് റോളാണ്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ സമകാലികമായിട്ടുള്ള കേരളത്തിലുള്ള എല്ലാ ഇഷ്യൂസും ഈ സിനിമയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഉദാഹരണം കണയന്നൂർ താലൂക്ക് അഴിമതി ഇഷ്യൂ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ സുരേഷ് ഗോപി ക്യാമറയ്ക്ക് പിന്നിലുള്ള സുരേഷ് ഗോപിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം മീഡിയ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടല്ലോ പുള്ളി, സുരേഷ് ഗോപിയുടെ ഒരു അതൊക്കെ സിനിമയിൽ മെൻഷൻ ചെയ്തെല്ലാം പോകുന്നുണ്ട്. പിന്നെ പടം എല്ലാവരും കാണാൻ പറ്റുന്ന ഒരു ഡീസന്റ് ത്രില്ലർ മൂവിയാണ്. ക്ലൈമാക്സിന്റെ അവസാനത്തിൽ ഒരു 10 മിനിറ്റ് പറയാതിരിക്കാൻ പറ്റില്ല, നമുക്ക് തന്നെ കൺഫ്യൂസിങ് ആവും. കാരണം മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു വിഷയം ഇതുവരെ വന്നിട്ടില്ല. കാരണം ഞാൻ തന്നെ ചിന്തിച്ചു പോകും, കാരണം ഇത് ആരെ ഭാഗത്ത് നിൽക്കും എന്നുള്ള ചിന്ത വരും. കാരണം ഇതൊരു വെറൈറ്റി കൺസെപ്റ്റ് എന്ന് വെച്ചാൽ രീതിയായിരുന്നു. അതെല്ലാരും പോയി കാണാം, നല്ലൊരു പടം. സുരേഷ് ഗോപിയുടെ ഫയർമാൻ സാധനങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ആക്ഷൻ, ഒരു 2-3 നൈസ് ആക്ഷൻ സീക്വൻസ് ഉണ്ട്. പിന്നെ ഡയലോഗ് ഡെലിവറി സംഭവങ്ങളൊക്കെ ഉണ്ട്. SJക്ക് വേണ്ടി പടം കാണാം. നല്ല സബ്ജക്റ്റ് ആയിരുന്നു. ഓവറോൾ എനിക്കൊരു ആവറേജ് ഫീലായിട്ട്. ഇല്ല, അങ്ങനെ എനിക്ക് തോന്നിയില്ല. നല്ല പെർഫോമൻസ് ആയിരുന്നു. അലുമോഴ പെർഫോമൻസ് നല്ലായിരുന്നു, അവരൊക്കെ പെർഫോമൻസ് നല്ലായിരുന്നു. ഓവറോൾ ഓക്കെ എനിക്ക് ഓക്കെ. പോസ്റ്റ്പോൺ ചെയ്യുന്ന സംഭവമാണ്. ഒരു ടീച്ചർക്കെന്നല്ലേ എന്തായാലും അതിന്റെ സിനിമ
അല്ല അങ്ങനെ ആവശ്യമുണ്ടായിരുന്നു തോന്നി. അവര് മെയിനായിട്ട് ഉദ്ദേശിച്ചെല്ലാം വന്നിട്ടുണ്ട്, സ്റ്റോറിൽ വന്നിട്ടുണ്ട്. ഉദ്ദേശിച്ച് സ്ത്രീകൾ ലേഡീസിനൊക്കെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാനുള്ള ഫാമിലിക്കൊക്കെ കാണാൻ പറ്റിയ മൂവി തന്നെയാണ്. കംബാക്ക് ആണത്, പോസിറ്റീവ് വരും, അങ്ങനെയാണ് ഹൈ ചാൻസ്. സിനിമ ഹിറ്റ് ആവും, ബോക്സ് ഓഫീസിൽ ഇതാവും, ഹിറ്റാവും. സുരേഷ് ഇവർക്ക് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് മോള്, അത് കാരണം ആ രീതിയിൽ ഫ്രീ ടിക്കറ്റ്